യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ യാത്ര ഒരു പുതിയ യുഗം തന്നെ ഉണ്ടാകുമോ ഈ 2 മാസം കഴിഞ്ഞാൽ? ഉറപ്പായിട്ടുണ്ടാവും. ഒരു പുതിയ കാലം ഉണ്ടാവും കേരളത്തിന്, തീർച്ചയായിട്ടും. ഇപ്പൊ മകൾ ഉണ്ണിമായി പറയുമായിരുന്നു അച്ഛന്റെ യാത്ര ഒരു നല്ല നിലയിലെത്തട്ടെ എന്ന് പറയുന്നു. ഏറെ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു ഉണ്ണിമായ. ഒരു മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെയുള്ള അവരത് കാണുന്ന പോലും ഇല്ല. മകള് പൊങ്കാല ഇടുന്നുണ്ട്. അച്ഛൻ മുഖ്യമന്ത്രിയാവാനുള്ള പ്രാർത്ഥന ഉണ്ടാവും. അതൊന്നുമില്ല. അങ്ങനത്തെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു ദോഷവും വരരുതെന്ന് അവരുടെ പ്രാർത്ഥനയിലുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള അതൊന്നുമല്ല. നമ്മളെന്തിനാ അത്രയും കാര്യങ്ങളിലേക്ക് പോകണം? നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് UDF-ന്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ തീരുമാനത്തിന് വിടുക. ഇപ്പം നമുക്കൊരു മിഷനുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ഏകോപിപ്പിച്ച് തകർന്നുപോയ ഒരു സംവിധാനത്തെ തുടർച്ചയായ 2 തോൽവിയിലൂടെ എല്ലാവരും മാനസികമായ അല്ലാതെയും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു വെല്ലുവിളിയായിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. ആ ദൗത്യം വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യമില്ല. ജയിപ്പിക്കുക പാർട്ടിയല്ല, ഒരു പ്രസ്ഥാനമല്ല, അവർ തീരുമാനിക്കും. ഉറപ്പായിട്ടുണ്ടോ? അതാ വീട്ടുകാർ പ്രാർത്ഥിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അതാണ് അവര് കാണുന്നതാണല്ലോ. നമ്മള് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്യുമല്ലോ. അപ്പം അതിനൊരു റിസൾട്ട് ഉണ്ടാവണമെന്ന് തീർച്ചയായിട്ടും വീട്ടുകാർ പ്രാർത്ഥിക്കുമല്ലോ. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭക്തർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ഒക്കെ തുറന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ്. ഇതല്ലേ സത്യത്തിൽ ഒരു കേരള റിയൽ സ്റ്റോറി? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന നിമിഷങ്ങളാണിത്. ഞാനിപ്പോൾ പാളയം ഇമാമിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ എല്ലാ സൗകര്യങ്ങളും, നോമ്പ് കാലമാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും അവർ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ അതാണ് കേരളം. ആ ഒരു മെസ്സേജാണ് പോണത്. നമ്മൾ ഈ പുതുയുഗ യാത്രയിലും കൊടുക്കുന്നൊരു മെസ്സേജ് അതാണ്. ആരും വർഗീയതയൊന്നും പറയണ്ട. നമുക്ക് കേരളം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് തല ഉയർത്തി പിടിച്ച് പറയാൻ കഴിയണം. ഒരു വർഗീയതയ്ക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കില്ല. രാവിലെ കണ്ടൊരു കാഴ്ച, പാളയം പള്ളിയുടെ പടിക്കെട്ടിൽ നിന്നെല്ലാം പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റിയൽ കേരള സ്റ്റോറി. രാജ്യത്തോട് കേരളത്തിന് പറയാനുള്ള ഇതാണ് ഞങ്ങളുടെ കേരളം. ഞാൻ പുതിയുഗ യാത്രയിലും കൊടുക്കുന്നൊരു മെസ്സേജ് അതാണ്. അത് കഴിയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ മതേതര കേരളം എന്ന് രാജ്യത്തോട് വിളിച്ചു പറയാൻ കേരളത്തിന് കഴിയും. രാജ്യം ഇത് മോഡലാക്കണമെന്നാണ്. വർഗീയതയ്ക്ക് പുറകെ പോകാതെ, ആളിക്കത്തിക്കാതെ, വൈരാഗ്യവും ശത്രുതയും ഭിന്നതയും ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേരളം. അത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് എത്ര അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പൊങ്കാലത്തലേന്നൊക്കെ നഗരത്തിലെ പല സ്ഥലങ്ങളിലും കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നഗരസഭയിൽ ഇപ്പോൾ BJPയും CPM ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് അത് ഭംഗിയാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലേ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ. ഇതൊരു ഫെസ്റ്റിവൽ അല്ല, ആഘോഷമല്ലേ. ആ ആഘോഷം എല്ലാവരും കൂടി ഒരുമിച്ച് പരസ്പരം ഈ എല്ലാ കാര്യത്തിനും രാഷ്ട്രീയ പോരേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, പൊതുവായി നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എല്ലായിടത്തും രാഷ്ട്രീയം വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ പ്രവേശന കാര്യത്തിൽ ദേവസ്വം ബോർഡ് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. യുവതി പ്രവേശനത്തിൻ്റെ അതിൻ്റെ അകത്ത് ഗവൺമെൻറ് ആണല്ലോ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് എന്താണ് സ്റ്റാൻഡ് എന്നവർ പറഞ്ഞാൽ നല്ല കാര്യം. അവരൊരു തെറ്റ് തിരുത്തട്ടെ. അവർ ചെയ്ത തെറ്റാണെന്ന് അത് അവരതിന് മാപ്പ് അപേക്ഷയും നടത്തിയിരുന്നു. പിന്നെ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കാത്തതെന്ന് അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനം ഒരു 4 വോട്ടിന് വേണ്ടി നിലപാടുകൾ മാറ്റുന്നവരല്ല CPM എന്നുള്ളതായിരുന്നു നേരത്തെ അവരുടെ ഒരു പ്രഖ്യാപിത നയം. ഒരു ഇലക്ഷൻ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അഫിഡവിറ്റ് മാറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അല്ല അതായിക്കോട്ടെ, പക്ഷെ അവരൊരു തെറ്റ് തിരുത്തട്ടെ. അവർ തന്നെ സമ്മതിച്ചാണ് അവരൊരു തെറ്റാണ് ചെയ്തതെന്ന്. അവരത് തിരുത്തി കൊടുക്കട്ടെ. തിരുത്തി കൊടുത്ത ആ പ്രശ്നത്തിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ. പിന്നെ നവോത്ഥാന സമിതിയൊക്കെ രൂപീകരിച്ച് നവോത്ഥാനം ഇതൊക്കെ ചെയ്യുന്നവർ എല്ലാം പിന്തിരിപ്പന്മാരാണ് എന്ന്, അത് അങ്ങനെയല്ല ഞങ്ങളാരും അതിനെ കണ്ടത്. അത് ഞങ്ങളുമൊക്കെ പാർട്ടിയിൽ ഗൗരവതരമായ ചർച്ച നടത്തിയാണ് ഈ വിഷയത്തെക്കുറിച്ച്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ അകത്തും ഉണ്ടായി. ഞങ്ങൾ വളരെ വിശദമായ ഒരു ഫുൾ ഡേ ചർച്ച ചെയ്ത്. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ഒരു മതത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടണ്ട, ഗവൺമെൻറ്റുകളും കോടതികളും ഇടപെടണ്ട. മാറ്റം ഉണ്ടാകണമെങ്കിൽ അതാത് മതത്തിൽ നിന്നും എല്ലാം വരട്ടെ. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും തെറ്റായി എടുക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് ഓരോ മതത്തിലുണ്ടായിരുന്ന രീതികളല്ലല്ലോ ഇന്ന് 50 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പം മാറ്റം ഉണ്ടാവും, കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടാവും. ആചാരാനുഷ്ഠാനങ്ങളിൽ
മാറ്റം വരുത്തുന്ന പറയുമ്പോൾ വളരെ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങൾ. ഇപ്പോൾ മുസ്ലിം പള്ളികളിൽ ചില പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല, ചില പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക. അങ്ങനെ പലർക്കും പലരുടേതായ കൾച്ചറുണ്ട്. ഇപ്പോൾ ഗോത്ര സംസ്കാരത്തിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അത് ഓരോ കൾച്ചറാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം അത് വരട്ടെ. ഈ യാത്ര അവസാനിക്കുന്ന 7-ാം തീയതിയാണ്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു പട്ടിക വരുമോ? അല്ല, അത് സമയത്ത് വരും. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെല്ലാവരും വിചാരിച്ചത് 1-ാം തീയതി മാർച്ച് 1-ാം തീയതി തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ 22-ാം തീയതി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഡൽഹിയിൽ വയ്ക്കാൻ തീരുമാനിച്ചത്. ഇതിപ്പോൾ ഇലക്ഷൻ്റെ കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് അനിശ്ചിതത്വത്തിലേക്ക് പോവാണ്. അത് 2nd വീക്കോ 3rd വീക്കോ ആവാം. അപ്പോൾ നമ്മൾ പോയി അവധിപ്പെടരുതല്ല. അങ്ങനെ നേരത്തെ അനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റെഡിയാണ്. ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം നമുക്ക് ആദ്യത്തെ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ നമുക്ക് 60 പേരെ പ്രഖ്യാപിക്കാൻ പറ്റും. 1-ാം ഘട്ടം പ്രഖ്യാപിക്കാൻ പറ്റും. ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഞാൻ യാത്രയിലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും പ്രശ്നം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഡൽഹിയിലൊക്കെ പോയി 10 ദിവസം 15 ദിവസമൊക്കെ കിടന്നിട്ടാണ്. അതൊന്നും ഉണ്ടാവില്ല പ്രശ്നം. ഈ പാലക്കാട് രമേശ് പിഷാരിയുടെ പേരൊക്കെ കേൾക്കുന്നു. നിങ്ങൾ തന്നെയല്ലേ ഓരോരുത്തരുടെ പേര് പറയണം. എന്നിട്ട് എന്നോട് ചോദിക്കല്ലേ. തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ വെക്കണം. നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ടാണ് അത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ പേര് ചർച്ചയിലുണ്ടായിരുന്നു. അതായത് അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്ന ഒരാളാണ് അദ്ദേഹം. അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള അഭിമാനമാണ്. അത് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, ഇനി പരിഗണിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിന്റെ കൂടെ തന്നെ ഉണ്ടത്. അതൊക്കെയല്ലേ അന്തസ് എന്ന് പറയുന്നത്. രാജേന്ദ്രന് പിന്നാലെ CPM-ന്റെ LDF-ന്റെ MLA ആയിരുന്നു. ഇന്നലെ CPI-യുടെ MLA അജിത്തും BJP-യിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്പോൾ LDF-ന്റെ 3 MLA-മാർ ഇപ്പോൾ പോയല്ലോ. 3 MLA-മാർ BJP-യിൽ ജോയിൻ ചെയ്തില്ലേ. ആദ്യം അൽഫോൺസ് കണ്ണന്താനം പോയി, കേന്ദ്രമന്ത്രിയായി. പിന്നെ രാജേന്ദ്രൻ പോയി, അജിത്ത് പോയി. ഓരോ പാർട്ടിയിലെ ആളുകൾ പോകുന്നതിന് അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ. സാധാരണ സൈബർ ഇടങ്ങളിൽ അവരുടെ ഒരു ടാഗ് ലൈൻ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നതായിരുന്നു. ഒന്നും കേരളത്തിൽ പറയാൻ പറ്റില്ല. കേരളത്തിലൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ CPM ഇപ്പം എനിക്കൊരു അത്ഭുതം, ഞാനൊരുപാട് ജാഥയിലെ മുഖ്യ സംഘാടകനായിരുന്നിട്ടുള്ള ആളാണ്. ഈ ജാഥയുടെ ഒരു പ്രത്യേകത, എല്ലാ സ്ഥലത്തും വെച്ച് CPM നേതാക്കൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് പല സ്ഥലത്ത്. അത് ആദ്യത്തെ അനുഭവമാണ്. ഒരിക്കലും അങ്ങനെ CPM-ൽ നിന്നൊരു ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആൾ, ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആളൊന്നും കോൺഗ്രസിലേക്കൊന്നും ചേരുന്നത് ഞാൻ വളരെ അപൂർവം, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, എനിക്ക് തോന്നുന്നു ഒരു 75-80% നിയോജക മണ്ഡലങ്ങളിലും ചടങ്ങ് കഴിയുമ്പോഴേക്കും നമ്മുടെ സംഘാടകർ പറയുകയാണ് പുതിയതായി CPM-ൽ നിന്ന് വന്നവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര, പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ഇതൊരു വലിയ ഇതാണ്. ഇപ്പോൾ ജാഥയിൽ പങ്കുചേരാൻ തന്നെ പുതിയതായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ സഹയാത്രികരും എല്ലാവരും തയ്യാറെടുത്തേക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും പലരും 60-ഓളം സീറ്റുകളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒറ്റപ്പേരിലേക്ക് അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഏത് സമയത്ത്, ഞാൻ പറയല്ലേ, ഇപ്പം നാളെ ആണെങ്കിൽ 50 പേരുടെ കാര്യം തീരുമാനിക്കാൻ പറ്റും. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് 60 പേരുടെ കാര്യം തീരുമാനിക്കാൻ പറ്റും. അതൊക്കെ വളരെ വളരെ ഭംഗിയായി എൻ്റെ ഓർമ്മയിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മയിൽ ഏറ്റവും സ്മൂത്തായി, ഏറ്റവും ഭംഗിയായി, ഏറ്റവും ചിട്ടയായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ തന്നെ സാധാരണ പലരും 4 പേര് വന്ന് 4 സ്ഥാനാർത്ഥികളെ പറയുന്ന സമയത്ത് മിക്ക സീറ്റുകളിലേക്കും ഒരാളുടെ പേരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി, അർഹതയുള്ള ആളുടെ പേരിലേക്ക് എത്തുമ്പോൾ വളരെ സ്പീഡിൽ പോവാണ്, വളരെ സ്പീഡിൽ. CPM-ന്റെ ഒരു മുൻ MLA പ്രതീക്ഷിക്കാവോ ശശിയെ? വരട്ടെ, സമയമാകട്ടെ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കാണാതിരിക്കണേ. APCC പ്രസിഡന്റിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പേരാവൂർ അദ്ദേഹം ഏറ്റവും അതിശക്തനായ ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ, അവരെ ഒരു സീനിയർ ആളാണല്ലോ, അത് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആർക്ക് സീറ്റ് കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം CPM അല്ല തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പാടില്ല അവർക്ക് ആർക്ക് കൊടുക്കണം. പക്ഷെ മട്ടന്നൂർ പോലത്തെ ഒരു സീറ്റിൽ നിന്ന് അവരെ മാറ്റുന്നതിന് തുല്യമാണ് ഒരു തോക്കുന്ന സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അത്രയും പല മണ്ഡലങ്ങളിലെ സർപ്രൈസ് കാൻഡിഡേറ്റ് ഉണ്ടാവും.
നോക്കാവോ സമയമുണ്ടല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.